സാഹിറും കാഹിനൊക്കെ. നമ്മുടെ നാട്ടിൽ ആരാണ്? ഇസ്മിൻ്റെ ഉസ്താദാണ്. ഉള്ള ഉസ്താദുമാരിൽ കൂടുതൽ ബഹുമാനാണ് എനിക്ക് ഇസ്മിൻ്റെ ഉസ്താദ്. നഊദു ബില്ലാഹ്. ഈ ഉമ്മത്തിനെ അവർ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്ത്? സിഹറിൽ നല്ലതുമുണ്ട് മോശവുമുണ്ട് എന്ന്. ഒന്നുമില്ല, സിഹർ മുഴുവൻ കുഫറാണ്. സിഹർ മുഴുവൻ, ഇവർ ചെയ്യുന്ന സിഹർ മുഴുവൻ കുഫർ തന്നെയാണ്. ശൈത്താന്റെ അബിദായാലല്ലാതെ അവന് സിഹർ ചെയ്യാൻ പറ്റൂല. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ആരാണ്? അവരുടെ രഹസ്യ ജീവിതം അങ്ങേയറ്റം മോശമായിരിക്കും. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد. സഹോദരങ്ങളെ, റമദാനിന് ശേഷം ഈ മസ്ജിദിലെ നമ്മുടെ ദർസ് നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. വബില്ലാഹി തൗഫീഖ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. اللهم تقبل منا ما عملنا في شهر رمضان وتجاوز عن سيئاتنا واغفر ذنوبنا واجمعنا والمسلمين في جنات الفردوس. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സൂറത്തു അൽ ജിൻ ആണ് നമ്മൾ ഇന്ന് മുതൽ തഫ്സീർ ആരംഭിക്കുന്നത്. ഈ സൂറത്ത് മക്കിയായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിന്നുകളിൽപ്പെട്ട ചിലർ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർ മുസ്ലിമീങ്ങളാവുകയും ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സംഭവം അതൊന്നിലധികം തവണ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഹദീസുകൾ ഞാൻ വായിക്കാം ഇൻഷാ അല്ലാഹ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ. അൽ ജിൻ എന്നാൽ നമുക്കറിയാം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പടപ്പുകളിൽ പ്രധാനപ്പെട്ട 3 പടപ്പുകളിൽ ഒന്നാണ് ജിന്നുകൾ. ജിൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ആ വാക്ക് വന്നിട്ടുള്ളത് ജീം നൂൻ നൂൻ എന്ന മാദ്ദത്തിൽ നിന്നാണ്. എന്ന മാദ്ദ എന്നാൽ ഒരു വാക്ക്, അതിൻ്റെ അസ്ൽ അടിസ്ഥാനപരമായി അതിൻ്റെ വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ കൂടിയിട്ടാണ് ഉണ്ടായത് അതിനാണ് മാദ്ദ എന്ന് പറയും. ജീം നൂൻ നൂൻ ഷദ് ഉള്ളതുകൊണ്ട് ഷദ്ദുണ്ടായതിൻ്റെ അർത്ഥം എന്താ? അക്ഷരം 2 ഉണ്ടെന്നാണ്. ഒന്ന് സുക്കൂൻ, ഒന്ന് ഹറക്ക.
ഒന്ന് സുക്കൂൻ, ഒന്ന് ഹറക്ക. ഇത് രണ്ടും കൂടിയാലാണ് ഷദ്. ഒന്ന് സുക്കൂൻ, ഒന്ന് ഹറക്ക. അപ്പോൾ ജീം, നൂൻ, നൂൻ എന്ന 3 ഹർഫുകളിൽ നിന്നാണ് ജിൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ആ 3 ഹർഫുകൾ കൂടി വരുന്ന വാക്കുകളുടെ ഒക്കെ പൊതുവെയുള്ള അർത്ഥം എന്താണ്? കാണാൻ സാധിക്കാത്തത്, മറഞ്ഞിരിക്കുന്നത് എന്നാണ്. മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ജിന്ന് നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയില്ല പൊതുവെ. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽനാ അശ്ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹു പറഞ്ഞു സൂറത്തു അൽ അറാഫിൽ, ഇന്നഹു യറാക്കും, ശൈത്താൻ നിങ്ങളെ കാണുന്നു. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, അവനും അവൻ്റെ കൂട്ടരും നിങ്ങളെ കാണുന്നു. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങളവരെ കാണാത്ത രൂപത്തിൽ. ഇന്നാ ജഅൽനാ അശ്ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്തവർക്ക്, വിശ്വസിക്കാത്തവർക്ക് നാം അവരെ മിത്രങ്ങളാക്കിയിരിക്കുന്നു. അവരെ വലിയാരാണ്? ശൈത്താന്മാരാണ്. മുഅ്മിനുകളുടെ വലിയാകട്ടെ അല്ലാഹുവാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അവിടെ അള്ളാഹു പറഞ്ഞു നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ മാദ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള വേറെയും ചില വാക്കുകളുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് ജുന്ന, ജുന്നത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അസ്സൗമു ജുന്ന, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു ജുന്നത്താണ്. ജുന്ന എന്താണ് അർത്ഥം? പരിചയാണ്, ഒരു പരിചയാണ്. പരിച ഉപയോഗിക്കാറുള്ളത് ആയുധങ്ങൾ നേരെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ, പ്രതിരോധിക്കാൻ, ആയുധങ്ങളിൽ നിന്ന് ശരീരത്തെ മറക്കാൻ ആണ് ജുന്ന. അതുപോലെ തന്നെയാണ് ജന്ന. ജന്ന, സ്വർഗത്തിന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ജന്ന എന്ന്. യഥാർത്ഥത്തിൽ ജന്നത്തിന്റെ അർത്ഥം എന്താണ്? തോട്ടങ്ങൾ, ഇടതൂർന്ന തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, അതിലെ ചെടികൾ, അതൊക്കെ നിറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നത് കാണാത്തതുപോലെ ആയിരിക്കുന്നു. ഒരു പ്രദേശത്ത് മരങ്ങളൊന്നുമില്ലെങ്കിൽ ആ പ്രദേശത്ത് എന്ത് പറയും? തുറന്നൊരു പ്രദേശമാണ്. ഒരുപാട് മരങ്ങളുണ്ടെങ്കിലോ അതൊരു തോട്ടമാണ്. അതുകൊണ്ടാണ് ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം അള്ളാഹു സ്വർഗത്തെ പറ്റി പറഞ്ഞു? മുദ്ഹാമ്മതാൻ, മുദ്ഹാമ്മതാൻ. ഖുർആനിലൊരായത്താണത്, ഒരായത്താണത്. ആയത്തിന് എന്താണുള്ളത്? ഒറ്റ ഹർഫ്, മുദ്ഹാമ്മതാൻ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പറയുന്നത് ഖുർആനിന്റെ തഹദ്ദി അഥവാ വെല്ലുവിളി അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഖുൽ ഇൻ കുൻതും ഫീ ശക്കിൻ, ഇൻ കുൻതും ഫീ ശക്കിൻ ഔ റൈബിൻ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ നാം നമ്മുടെ അബ്ദിന് ഇറക്കിക്കൊടുത്ത ഖുർആനിൽ സംശയത്തിലാണെങ്കിൽ ഫഅ്തു ബിസൂറ, ഒരു സൂറത്ത് കൊണ്ടുവരൂ ഇതുപോലുള്ള. ഖുർആനിൽ ഏറ്റവും ചുരുങ്ങിയ വെല്ലുവിളി വന്നിട്ടുള്ളത് ഏതാണ്? സൂറ. കൂടിയത് ഏതാണ്? ഖുർആൻ. ഇതുപോലുള്ള ഖുർആൻ കൊണ്ടുവരാൻ. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറാ. സൂറത്തുൽ അൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ പറയൂ നബിയെ, ലഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസ്, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറാ. ഇൻസും ജിന്നും കൂടിയാലും ശരി ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. അവർ പരസ്പരം സഹായിച്ചാലും ശരി. ചില സാഹിത്യകാരന്മാരൊക്കെ പറയാറുണ്ട്, ഞാൻ എഴുതിയ സാഹിത്യമൊന്നും ഞാൻ എഴുതിയതല്ല, പിന്നെ ആരാണ്? ഒരാൾ, ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതിയതാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നവർക്കത് ശൈത്താൻ പറഞ്ഞു കൊടുത്തതായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം സാഹിത്യം എന്നത് പൊതുവെ അതിൻ്റെ ജോലി എന്താണ്? സിനിമ എന്താണോ ചെയ്യുന്നത് അതന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. ചിലപ്പോൾ അതിനേക്കാളും കടുത്ത സ്വാധീനം നമ്മുടെ കൽബിൽ മോശമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. സാഹിത്യകൃതികൾ, നോവലുകൾ, കഥകൾ കളവാണല്ലോ, മുഴുവൻ കളവാണ്. ഒരു അസുഖമില്ലാത്ത കളവാണത്.
ജനങ്ങളെ ശുഗലാക്കുകയാണ്. അവർ അള്ളാഹു എന്തിനാണ് പഠിച്ചത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ചിന്തിക്കാത്ത നിലക്ക് മനുഷ്യനെ ശുഗലാക്കി കളയുന്നതാണ് അതെല്ലാം. നമുക്ക് അങ്ങനത്തെ സ്വാധീനമുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. ആ നേരത്തെ അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിക്കാൻ, അദ്കാറുകൾ പഠിക്കാൻ, ഉപകാരമുള്ളത് പഠിക്കാൻ നമ്മൾ ചെലവഴിക്കണം. സുബ്ഹാനല്ലാഹ്, വലിയ കെണിയാണ്, ശൈത്താന്റെ വലിയ കെണിയാണ്. അള്ളാഹു പറഞ്ഞു ഇവർ ഒരുമിച്ച് കൂടിയാലും ഖുർആൻ പോലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ബിആശിരി സൂറ, ഖുർആനിലുള്ളതുപോലെ 10 സൂറത്ത് കൊണ്ടുവരൂ. ഏറ്റവും ചുരുങ്ങിയത് ഏതാണ്? ഒരു സൂറത്ത് എന്നാൽ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതേപോലെ ചെറിയ സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഏറ്റവും ചുരുങ്ങിയ സൂറത്തിൽ എത്ര ആയത്താണുള്ളത്? 3 ആയത്തുകൾ. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിൽ ചുരുങ്ങിയത് 3 ആയത്തുകൾ ഓതണം, അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള ഒരായത്ത്, അല്ലെങ്കിൽ ഈ ഇന്ന അഅതൈനാകൽ കൗസർ എന്ന സൂറത്തുണ്ടല്ലോ അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരായത്തെങ്കിലും ഓതണം. എപ്പോ? നിസ്കാരത്തിൽ റക്അത്തിൽ ഓതുമ്പോൾ. എന്നാലേ ഖുർആനിൽ നിന്ന് ഓതി എന്ന നിലക്കാവുകയുള്ളൂ എന്ന് ചില ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത് എന്തുകൊണ്ടുവരാനാണ്? ഖുർആനിലെ ഒരു സൂറത്ത് പോലെ ഒരു സൂറ, വാക്കുകൊണ്ടുവരാനല്ല. കാരണം ആയത്ത് കൊണ്ടുവരാനാണെങ്കിൽ ഖുർആനിലെ ഒരായത്താണ് മുദ്ഹാമ്മത്താൻ. ഖുർആനിലെ ഒരായത്താണ് എന്ത്? മുദ്ഹാമ്മത്താൻ. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു മുദ്ഹാമ്മത്താൻ. ആ 2 സ്വർഗങ്ങൾ മുദ്ഹാമ്മത്താൻ, അഥവാ അത് പച്ച നിറമുള്ള സ്വർഗമാണ്. പച്ച എങ്ങനെ ആയിട്ടുണ്ട്? സവാദിനോടടുത്ത പച്ച, അഥവാ കറുപ്പ് നിറത്തിനോടടുത്ത പച്ച. അങ്ങനെ ഉണ്ടല്ലോ, മരങ്ങളുടെ പൊതുവെയുള്ള നിറം അങ്ങനെയാണ്, കറുപ്പിനോടടുത്ത പച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് മരങ്ങൾക്ക്. പറഞ്ഞു വന്നത് എന്താണ്? ഈ ജന്ന അതിൻ്റെ നിറത്തെക്കുറിച്ചാണ്, മുദ്ഹാമ്മത്താൻ. അപ്പോൾ ജന്ന, ജുന്ന, അൽ ജിൻ, ഇതൊക്കെ ഒരേ മാദ്ദത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറഞ്ഞു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. നാം മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ചെളിമണ്ണ്, കറുത്ത നിറത്തിലുള്ള ചെളി മണ്ണ്, അത് മുട്ടിയാൽ അതിന് ശബ്ദം ഉണ്ടാവും, ഉണങ്ങിയാൽ. എന്നതുപോലത്തെ മണ്ണിൽ നിന്ന് നാം ആദമിനെ സൃഷ്ടിച്ചു. വൽജാന്ന, അടുത്ത ആയത്താണ്, വൽജാന്ന, ജിന്ന് വർഗത്തെ നാം പഠിച്ചു. മിൻ ഖബുലു, അതിനു മുമ്പ്, മിൻ നാരിസ്സമൂം, തീയില്ലാത്ത, പുകയില്ലാത്ത തീയിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ആ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പഠിച്ചത്. ജിന്നിനെ അള്ളാഹു പഠിച്ചിട്ടുള്ളത് എന്തിൽ നിന്നാണ്? തീയിൽ നിന്നാണ്. മാത്രമല്ല ആയത്തിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാം, മനുഷ്യനെ പഠിക്കുന്നതിന് മുമ്പേ അള്ളാഹു ആരെ പഠിച്ചിട്ടുണ്ട്? ജിന്നിനെ പഠിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിക്കുമ്പോൾ തന്നെ ആരുണ്ട്? ഇബ്ലീസുണ്ട്. ഇബ്ലീസ് ഇവിടെ ഉണ്ട്. അള്ളാഹു ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞു വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു മലായികത്തിനോട് നാം ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അവരെല്ലാവരും സുജൂദ് ചെയ്തു. ആരൊഴികെ? ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് മലക്ക് വർഗത്തിൽപ്പെട്ടവനല്ല, കാന മിനൽ ജിൻ, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. വല്ലാഹു അലം, അവൻ മലായികത്തിന്റെ കൂടെ ആണുണ്ടായിരുന്നത്. അവരെപ്പോലെ ഇബാദത്ത് ചെയ്തിരുന്നു. അന്നവന്റെ രൂപം അള്ളാഹു വളരെ നല്ല രൂപമായിരുന്നു അവന്. പക്ഷേ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നഊദു ബില്ലാഹ് അവന്റെ കോലം മാറ്റിക്കളഞ്ഞു. അവന്റെ കിബർ കാരണത്താൽ അള്ളാഹു അവനെ ബലാലത്തിന്റെ ഇമാമാക്കി കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതാണ് ചില ഉലമാക്കൾ പറയാറുള്ളത്, ഒരാൾക്ക് തെറ്റുപറ്റിയത് അവന്റെ ജഹല് കൊണ്ട് തെറ്റുപറ്റിയതാണ്, വിവരമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശൈത്താന്റെ പ്രേരണ കൊണ്ട്, അവിവേകം കൊണ്ട് പറ്റിപ്പോയതാണെങ്കിൽ ഫർജോ, നീ പ്രതീക്ഷിക്കുക, അവൻ നന്നാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇൻകാന അൻ കിബ്രിൻ ഫലാ തർജു,
ഹസൻ ബസ്രി പറഞ്ഞ കിബർ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, നഊദു ബില്ലാഹ്, അതിൽ നിന്ന് അവനെ പിന്നെ അവനെ പ്രതീക്ഷ നീ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവൻ നന്നാവാൻ സാധ്യത കുറവാണ്. നഊദു ബില്ലാഹി മിനൽ കിബർ, നഊദു ബില്ലാഹി മിൻ മുൻകറാത്തിൽ അഅ്മാലി വൽ അഖ്ലാഖി വൽ അഹ്വാ. അപ്പോൾ ഇബ്ലീസ് അവൻ അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് അവനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല, അവനാണ് അബുൽ ജിൻ. അബുൽ ജിൻ, എന്താ അബുൽ ജിൻ എന്ന് പറഞ്ഞാൽ? ജിന്ന് വർഗത്തിന്റെ പിതാവാരാണ്? ഇബ്ലീസാണ്. അബുൽ ബഷറാനാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ എന്നതുപോലെ വല്ലാഹു അലം അബുൽ ജിൻ ആരാണ്? ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ മക്കളാണ് ജിന്നുകളെല്ലാം. ഇബ്ലീസ് അവൻ കാഫറാണ്, കാഫറുകളുടെ നേതാവാണ്. അല്ല, എല്ലാവരും കുഫാറുകളെല്ലാം അവന്റെ ശേഷം മാത്രമാണ് വരുന്നത്. അവന് ശേഷം മാത്രമാണ് എല്ലാ കാഫറും വരുന്നത്. അല്ലാഹു അലം. പക്ഷെ ജിന്നു വർഗത്തിൽ ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട്, നല്ല ആളുകളുണ്ട്. ജിന്നിൽ ഷെയ്ത്താൻ എന്ന് പറയുന്ന, ജിന്നു വർഗത്തിലെ ഷെയ്ത്താൻ എന്ന് പറയുന്ന വർഗം ആരാണ്? മുഴുവൻ കാഫറുകളാണ്. അവരിലെ നല്ല മുസ്ലിമീങ്ങൾ എന്തു പറയില്ല? ഷെയ്ത്താൻ എന്ന് പറയില്ല. ഷെയ്ത്താൻ എന്ന വാക്ക് വേറെ, ജിൻ എന്ന വാക്ക് വേറെ. ഷെയ്ത്താൻ ആരെ കൂടി പറയും? മനുഷ്യനെയും പറയും ഷെയ്ത്താൻ. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ഷെയ്ത്താൻ. എന്നാൽ ഒരു മനുഷ്യന് ജിന്നെന്ന് വിളിക്കാൻ പറ്റുമോ? അത് പറ്റൂല. മനുഷ്യൻ ഒരിക്കലും എന്തല്ല? ജിന്നല്ല. മനുഷ്യരിൽ ഷെയ്ത്താൻ ഉണ്ടാവും. അതായത് തോന്നിവാസി, ഷയാത്തീനുൽ ഇൻസി വൽ ജിൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ജിന്നിലും ഇൻസിലും പെട്ട ഷെയ്ത്താൻ. ജിന്നിലും ഇൻസിലും ഷെയ്ത്താനുണ്ട്. അഥവാ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന, ധിക്കാരമുള്ള സ്വഭാവമുള്ള എല്ലാം ഷെയ്ത്താൻ എന്ന് പറയാം. ജിന്നു വർഗത്തിലെ ഷെയ്ത്താന്മാരെന്നാൽ അവരിലെ കാഫറുകളാണ്. എന്നാൽ ജിന്നു വർഗത്തിൽ മുസ്ലിങ്ങളുണ്ട്. അവരുടെ ഉപ്പയായ ഇബ്ലീസ് കാഫറാണെങ്കിലും ശരി. ഏതുപോലെ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അള്ളാഹുവിന്റെ നബിയാണ്. അള്ളാഹുവിന്റെ നബിയാണ്, മുസ്ലിമാണ്. പക്ഷെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര മനുഷ്യരെല്ലാവരും ആദം നബി പോലെയാണോ? അല്ല. അവരിൽ ആരുണ്ട്? കാഫറുണ്ട്, മുസ്ലിമുണ്ട്. അവരിൽ കാഫറുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ജിന്നു വർഗത്തിന്റെ ഇബ്ലീസ് ആണെങ്കിലും ശരി, അവരിൽ ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട്. അവരിൽ മുസ്ലിമീങ്ങളുണ്ട്, അവരിൽ കാഫറുകളുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തീയിൽ നിന്ന് പടച്ചിരിക്കുന്നു. മനുഷ്യരെ പോലെയല്ല അവർ. നമുക്കവരെ കാണാൻ കഴിയില്ല. തീയിൽ നിന്ന് പടച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരിൽ ഒരുപാട് വ്യത്യാസം മനുഷ്യരിൽ നിന്നുണ്ടാകും. നമ്മളെ കാര്യം വെച്ച് അതിനെ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റ ദം. ശൈത്താൻ മനുഷ്യന്റെ രക്തം ഓടുന്നിടത്തൊക്കെ സഞ്ചരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് കഴിയുന്ന കാര്യമല്ല അത്. അതുപോലെ അവര് ആകാശത്തേക്ക് സഞ്ചരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിന്നു വർഗത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞത് എന്താ? അവളോട് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആ രാജ്ഞിയുടെ അർശ്, സിംഹാസനം ഇങ്ങ് കൊണ്ടുവന്ന് തരാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത് ഷാമിലാണ്. ഈ രാജ്ഞി ഉള്ളത് സബയിലാണ്, അഥവാ യമനിലാണ്. യമനിൽ നിന്ന് ഷാമിലേക്ക് ഇതാ നിങ്ങളോട് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു എന്നാണ്. അവിടുത്തെ മജ്ലിസിൽ ഒരു പ്രത്യേക സമയം വരെ അദ്ദേഹം ഇരിക്കും, ഒരു സമയം വരെ, എന്നിട്ട് എണീക്കും. ആ മജ്ലിസ് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് ഇഫ്രീത്ത് പറഞ്ഞു. അപ്പോൾ മനുഷ്യരെ പോലെയല്ല അവർ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവരെ നമുക്കിതിൽ ഷർറ് തീരുമാനിച്ചാൽ അള്ളാഹുവിനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു അള്ളാഹിനോട് ഇസ്തിആദ തേടാൻ. അള്ളാഹുവിനോട് ഇസ്തിആദ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ പറഞ്ഞത് ഖുർആനിൽ 3 സന്ദർഭത്തിലാണ്. 3 സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ തുടക്കത്തിൽ നമ്മൾ ഇത് വിശദീകരിച്ചിരുന്നു. ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യാം.
അഥവാ അള്ളാഹു ഇത് പറഞ്ഞ സന്ദർഭത്തിലൊക്കെ ആദ്യം മനുഷ്യനായിട്ടുള്ള ഇടപാട് പറഞ്ഞു. മനുഷ്യരിൽ ഒരാൾ നമ്മളായിട്ട് തെറ്റിയാൽ അള്ളാഹു പറഞ്ഞു ഇദ്ഫ, നീ അവനെ തടുക്കുക, അവന്റെ തിന്മയെ നീ തടുക്കുക, നന്മ കൊണ്ട് തടുക്കുക. അപ്പൊ നിനക്ക് കാണാം ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, നിന്നോട് ശത്രുത ഉണ്ടായിരുന്നവൻ നിന്റെ ഉറ്റ കൂട്ടുകാരനായി മാറുന്നത് നിനക്ക് കാണാം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് പല മനുഷ്യരും അങ്ങനെയാണ്, പല ആളുകളും അങ്ങനെയാണ്. അവർക്ക് ഖൈർ ചെയ്തു കൊടുത്താൽ അവര് ചിലപ്പോൾ എന്താകും, ആകെ മാറിപ്പോ അവരുടെ ശത്രുത ഒക്കെ അവസാനിക്കും, അവരാകെ പരാജയപ്പെടും. ചില ആളുകൾ നമ്മളെ സ്നേഹിച്ചു തോൽപ്പിച്ച് കളയും, ചില ആളുകൾ നമ്മെ സ്നേഹിച്ചു തോൽപ്പിച്ച് കളയും. അതെങ്ങനെയാണ്? നമ്മളവരോട് എന്തെങ്കിലും വിഷയത്തിൽ അകൽച്ച കാണിച്ചാലും ഇങ്ങോട്ട് വന്ന് നല്ല നിലക്ക് പെരുമാറുന്ന ചില മനുഷ്യരുണ്ട്. സുബ്ഹാനല്ലാഹ്, വളരെ മഹത്തായ സ്വഭാവമാണ്. അവരെ പിന്നെ എന്താവും, അവിടെ പരാജയപ്പെടുന്ന ആരാണ്? നമ്മളാണ്. അവരൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, നമ്മളാണ് പരാജയപ്പെട്ടത്. അവരുയരുകയാണ് ചെയ്തിട്ടുള്ളത്. വമാ തവാദഅ അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹു അല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആര് താഴ്ന്നു കൊടുത്താലും അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. വമാ ജാഅദ അല്ലാഹു ബിഅബ്ദിൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു ഒരുവൻ ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അവന്റെ ഇസ്സത്ത് കൂടാണ് ചെയ്തത്, അവന്റെ ഇസ്സത്ത് കുറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അള്ളാഹു ശൈത്താനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ശൈത്താന് ഇത് നടക്കുമോ? ശൈത്താൻ നമ്മുടെ ശത്രുവാണ്, അവൻ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഖൈർ അവന് ചെയ്തു കൊടുത്തിട്ട് അവന്റെ ശത്രുത മാറ്റാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം അവൻ ഖൈർ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു ഇത് പറഞ്ഞ ഉടനെ അടുത്ത ആയത്തിൽ പറഞ്ഞു വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഖുർആനിൽ 3 സ്ഥലത്ത് സമാനമായ പ്രയോഗമുണ്ടെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന ആയത്തിന്റെ ആ ദുആഇന്റെ തഫ്സീറിൽ പറഞ്ഞു. ഖുർആന്റെ തുടക്കത്തിൽ, തഫ്സീറിന്റെ തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയാണ് ശൈത്താൻ. അള്ളാഹുവിനല്ലാതെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക, ഇഖ്ലാസുള്ളവരാവുക. ശൈത്താൻ അള്ളാഹു പുറത്താക്കിയപ്പോൾ ശൈത്താൻ പറഞ്ഞു ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന, നാം അവർക്ക് ശൈത്താൻ പറഞ്ഞു നാം അവർക്ക് ദുനിയാവ് സീനത്താക്കി കൊടുക്കും. വല ഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ പിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള ഇബാദിനെ ഒഴികെ, അടിമകളെ ഒഴികെ ഞാൻ അവരെ പിഴപ്പിക്കും. അപ്പൊ ഇഖ്ലാസുള്ള അടിമകളെ പിഴപ്പിക്കാൻ കഴിയില്ല ആരെന്ന് ആദ്യമേ സമ്മതിച്ചിട്ടുണ്ട്? ശൈത്താൻ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന് ഇഖ്ലാസുള്ളവരാവുക. നമ്മൾ ഒരു പടപ്പിനും നമ്മുടെ അമലിൽ നിന്ന് ഒന്നും നമ്മൾ ഖൽബിൽ ലക്ഷ്യമാക്കാതിരിക്കുക. ശൈത്താനിൽ നിന്ന് അത് തന്നെ നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വതൗഫീഖിഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചില ജിന്നുകൾ വന്നു, അതിനാണ്. ഇതുപോലെ ഈ സൂറത്തിലെ തുടക്കത്തിലുള്ള ആയത്തുകൾ പോലെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു സൂറത്താണ് സൂറത്തു അൽ അഹ്ഖാഫ്. ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. وإذ صرفنا إليك നാം തിരിച്ചുവിട്ട സന്ദർഭം ഇലൈക താങ്കളിലേക്ക് നഫറം മിനൽ ജിൻ ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടരെ യസ്തമിഊനൽ ഖുർആൻ അവരെന്തിനാണ് വന്നത്? ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു വന്നിട്ട്
ഫലമ്മ ഹദറൂഹു, അവിടെ ഖുർആൻ കേൾക്കുന്നിടത്ത് അവരെത്തിയപ്പോൾ ഖാലു അൻസിതു, അവർ പരസ്പരം പറഞ്ഞു അൻസിതു, നിങ്ങൾ എന്ത് ചെയ്യൂ അൻസിതു, മിണ്ടാതിരിക്കൂ. ഫലമ്മ ഖുദിയ, ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ കൗമിലേക്ക് താക്കീതുകാരായി അവർ തിരിച്ചുപോയി. എന്നിട്ട് അവർ പറഞ്ഞു ഖാലു യാ ഖൗമന, ഓ ഞങ്ങളുടെ ജനങ്ങളെ, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറങ്ങിയ കിതാബിന് ശേഷം ഉള്ള ഒരു കിതാബ് ഞങ്ങൾ കേട്ടു. മൂസാ നബിക്ക് ശേഷം വേറെ നബിമാർ വന്നിട്ടുണ്ട്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെന്താണ് തൗറാത്തിന് പറയാനുള്ള കാരണം ഖുർആനിനെ പോലെയാണ് തൗറാത്ത്. ഇഞ്ചിൽ ഖുർആൻ പോലെയല്ല. ഇഞ്ചിയിലാകട്ടെ തൗറാത്തിന്റെ പ്രത്യേകത, തൗറാത്ത് ഖുർആനിലുള്ളതുപോലെ ഒരുപാട് അഹ്കാം, വിധിവിലക്കുകൾ, ശിക്ഷാവിധികൾ, ഒരുപാട് നിയമങ്ങൾ, ഇതൊക്കെ ഉള്ളതാണ് എന്ത് തൗറാത്ത്. എന്നാൽ ഇഞ്ചിയിലാകട്ടെ തൗറാത്തിലെ അതങ്ങനെ തന്നെ വന്നു. ഇഞ്ചിയിൽ പുതിയ അഹ്കാം, വിധിവിലക്കുകൾ, ഹറാം ഹലാലുകളൊന്നും ഇഞ്ചിയിലില്ല. മുമ്പ് ഹറാമായിരുന്ന ചിലത് അള്ളാഹു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർക്ക് ഹലാലാക്കി കൊടുത്തു എന്ന് മാത്രം. മനസ്സിലായില്ലേ? ബാക്കിയുള്ള നബിമാരെല്ലാം, തൗറാത്തിന് ശേഷം വന്ന നബിമാരെല്ലാം തൗറാത്ത് കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആ നിലക്ക് ഖുർആൻ തൗറാത്തിനെ പോലെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതന്നെയാണ് വറഖത്ത് ബിൻ നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി കിട്ടിയപ്പോൾ ഖദീജ പഴയ കിതാബുകൾ പഠിച്ചിട്ടുള്ള കണ്ണു കാണാത്ത വയസ്സായ ഖദീജയുടെ ബന്ധുവായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോയി. വറഖയോട് സംഭവം വിവരിച്ചപ്പോൾ വറഖ പറഞ്ഞെന്താണ്, ഹാദാ നാമൂസുല്ലദീ ജാഅ ഇലാ മൂസ, താങ്കളുടെ അടുത്തേക്ക് വന്നതാരാണ്? മൂസാ നബിയുടെ അടുത്തേക്ക് വന്ന നാമൂസ്. നാമൂസ് എന്നാൽ രഹസ്യമായ വിവരം കൊണ്ടുവരുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. അതാരാ? ജിബ്രീലാണ് നിങ്ങൾ അടുത്ത് വന്നത്. അപ്പൊ ഇതുമൊക്കെ ഒരുപോലെയാണ്. ഇതും ഒരുപോലെയാണ്. മൂസ ഇവർ പറഞ്ഞു തൗറാത്തിന് ശേഷം ഇറങ്ങിയ ഒരു കിതാബ് ഞങ്ങൾ കേട്ടു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിനു മുമ്പുള്ള കിതാബുകളെ സത്യപ്പെടുത്തുന്ന കിതാബ്. യഹ്ദി ഇലൽ ഹഖ് വ ഇലാ തരീഖിൻ മുസ്തഖീം. ആ കിതാബിന്റെ പ്രത്യേകത എന്താണ്? ഇത് വെറുതെ ഓതാനുള്ള കിതാബാണോ? ഇത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകാനുള്ള കിതാബാണോ? അല്ല. യഹ്ദി ഇലൽ ഹഖ്, ഇത് ഹക്കിലേക്ക് ജനങ്ങളെ വഴി കാണിക്കുന്ന കിതാബാണ്. വ ഇലാ തരീഖിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കിതാബാണിത് ഖുർആൻ. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, ഓ ഞങ്ങളുടെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദാഇക്ക് ഉത്തരം നൽകൂ. ദാഇ അല്ലാഹ് എന്നാൽ അള്ളാഹുലേക്ക് വിളിക്കുന്ന ദാഇ. അതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അജീബു ദാഇ അല്ലാഹി വ ആമിനു ബിഹി, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കൂ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. കാരണം മുസ്ലിം ആയാൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാം അതിനു മുമ്പുള്ള പാപങ്ങളെ പൊളിച്ചു കളയും. വയുജീർക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹു രക്ഷിക്കും. വമൻ ലാ യുജിബു ദാഇ അല്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ ദാഇക്ക് ഉത്തരം നൽകാത്തത്, ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദ്, അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് സാധിക്കുകയില്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അവനൊരു വലിയും ഉണ്ടാവുകയില്ല അവനെ രക്ഷിക്കാൻ. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവരാണ് വ്യക്തമായ വഴികേടിലായിട്ടുള്ളവർ. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത, ഈ ഖുർആനുമായി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാഇയാണത്. മലിക്കുൽ ജബ്ബാറായ വാഹിദുൽ ഖഹാറായ നമ്മളെ നിയന്ത്രിക്കുന്ന ആകാശഭൂമികളുടെ റബ്ബ് നമ്മിലേക്ക് ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. ആ റസൂലിനെ എനിക്ക് വേണ്ടെന്ന് പറയാൻ മനുഷ്യന് എന്ത് അവകാശമാണുള്ളത്? റബ്ബിന്റെ ഭൂമിയിലാണ് അവൻ ജീവിക്കുന്നത്. റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. റബ്ബ് അവനിലേക്ക് റസൂലിനെ അയച്ചിരിക്കുന്നു. ആ റസൂലിനെ അവനെങ്ങനെ നിഷേധിക്കാനാണ്? സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയ കുഫർ എന്താണുള്ളത്? അപ്പൊ ഇതാണ് സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആയത്തുകൾ. ഇതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഖുർആൻ കേട്ടത് ഒരു തവണയാണോ? അല്ല, പലതവണ ഉണ്ടായിട്ടുണ്ട്. ജിന്നുകളിലേക്ക് അള്ളാഹു റസൂലുകൾ അയക്കാറുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്. അതുപോലെ മനുഷ്യരിലേക്കുള്ള റസൂലാണ്, ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്. ജിന്നുകൾക്ക് മാത്രമായിട്ട് അള്ളാഹു റസൂലുകൾ അയക്കാറുണ്ടോ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല.
ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ജിന്നുകളിലേക്ക് റസൂലുകൾ അയക്കാറില്ല, മറിച്ച് നദീറുകൾ മാത്രമേ അയക്കാറുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, താക്കീത് നൽകാനായി ചിലർ ചെന്നു, റസൂലുകൾ ഉണ്ടാവാറില്ല എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിനെ സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം എന്നത്. അവിടെ റിജാൽ എന്നാൽ മനുഷ്യരെ മാത്രമേ അങ്ങനെ പറയുകയുള്ളൂ എന്ന വ്യാഖ്യാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലാഹു അലം. മറ്റൊന്ന് അത് മാത്രമല്ല, കാരണം റിജാൽ എന്ന് ചില സന്ദർഭം ഈ സൂറത്തിൽ തന്നെ ജിന്നിനെ റിജാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. വേറെ ചില തെളിവുകൾ മാത്രമല്ല അതിൽപ്പെട്ടതാണ് ഇല്ല അന്നഹും കാനു യഅകൂലൂന അത്അാം വയംശൂന ഫിൽ അസ്വാഖ്. നിനക്ക് മുമ്പ് ഒരു നബിയെയും നാം അയച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ. അപ്പം അങ്ങാടി ഇതൊക്കെ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലാണ്. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഒരിക്കലും ആരുണ്ടാവില്ല, ജിന്നുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അങ്ങനെയുള്ള ചില ആയത്തുകൾ അല്ലാഹു അലം ഇബ്നു കസീർ അതിന് തെളിവായി പിടിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, അള്ളാഹുനാണ് അറിയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്. ഇമാം ബുഖാരി അതുപോലെ ഇമാം മുസ്ലിം ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ജിന്നുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. انطلق رسول الله صلى الله عليه وسلم في طائفة من أصحابه عامدين إلى سوق عكاظ. ഉക്കാദ് ചന്തയിലേക്ക് അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെന്നു. അവിടത്തേക്ക് യാത്രയായി. അങ്ങനെ യാത്രയായ ആ സന്ദർഭത്തിൽ നബി അവിടത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ജിന്നുകളുടെ ലോകത്ത് ഒരു കാര്യം നടക്കുന്നു. എന്താണത്? വഖദ് ഹീല ബൈന അശ്ശയാത്തീൻ വബൈന ഖബരി അസ്സമാ. ശൈത്താന്മാർക്കൊരു പതിവുണ്ടായിരുന്നു. അവർ മുകളിലേക്ക് ചെന്ന് ആകാശത്ത് ചില സ്ഥലങ്ങളിൽ അവർ ഇരിക്കാനുള്ള ചില സ്ഥലങ്ങളുണ്ട് അത്ര അവർക്ക്. എന്നിട്ട് മലായിക അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ മലായിക്കത്ത് അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് ആകാശലോകത്ത് വെച്ച് സംസാരിക്കും. അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന് അവർ പരസ്പരം സംസാരിക്കും. ഇത് കട്ട് കേൾക്കുക, അവിടെ നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുക എന്നൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ജിന്നുകൾക്കുണ്ടായിരുന്നു. എന്നിട്ട് അത് താഴെ വന്ന് അവരുടെ ഔലിയ ആയ അവരുടെ മിത്രങ്ങളായ ജ്യോത്സ്യന്മാർക്ക് ഭാവി അറിയാം എന്ന് വാദിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. അവരതിൽ കുറെ കളവൂട്ടി ജനങ്ങളോട് പറയും, എന്തിനാണ് ഇത് ആളുകളെ കുഫറിലാക്കാൻ. അവർ ജ്യോത്സ്യനിൽ വിശ്വസിച്ചാൽ അവൻ പിന്നെ കാഫറായി, ശൈത്താന്റെ അടിമയായി. അതിനുവേണ്ടി ഇത് വളരെ വ്യാപകമായിരുന്നു ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്. എന്നാൽ ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം ഖുർആനിന്റെ സംരക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് അവരെ 4 ഭാഗത്തു നിന്നും തീപ്പന്തങ്ങൾ കൊണ്ട് നക്ഷത്രങ്ങൾ കൊണ്ട് എറിയാൻ തുടങ്ങി. ആദ്യം ഒരു ഭാഗത്തുകൂടെ മാത്രമേ വരാറുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം എന്തായി? മിൻ കുല്ലി ജാനിബ്. സൂറത്തു സാഫാത്തിൽ പറഞ്ഞില്ലേ, മിൻ കുല്ലി ജാനിബ്, എല്ലാ വശത്തു നിന്നും അവരെ എറിയാൻ തുടങ്ങി. അപ്പൊ എന്തായി? കട്ട് കേൾക്കുക എന്നത് വളരെ കുറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കഥ തീ വന്ന് അവരെ നശിപ്പിക്കും. ചില സന്ദർഭത്തിൽ അവന് താഴെയുള്ള ശൈത്താന് ഇവൻ ചാകുന്നതിന് മുമ്പ് ഇത് കൊടുത്തിട്ടുണ്ടാവും. അവൻ അടുത്തവന് അങ്ങനെ അവസാനം അടിയിലുള്ള ശൈത്താൻ പോയി ഈ ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഖുർആൻ ഇറങ്ങിയതിന് ശേഷം. അതാ ഈ ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. എന്താണ്? വഖദ് ഹീല ബൈന അശ്ശയാത്തീൻ വബൈന ഖബരി അസ്സമാ. ആകാശത്തെ വർത്തമാനത്തിനും അതുപോലെ ശൈത്താന്മാർക്കുമിടയിൽ തടസ്സം ഉണ്ടായി. തടസ്സം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെയാണ്, ഇത്ര പറ്റ നിന്നു എന്നല്ല, പക്ഷേ അതിന്റെ അളവ് വളരെ കുറഞ്ഞു എന്നാണ് എൻ്റെ ഉദ്ദേശം. പറ്റ കുറഞ്ഞു എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാഹിനികൾ പറയുന്ന ചില സത്യം എവിടുന്നാണ്? ശൈത്താൻ കൊണ്ട് കൊടുക്കുന്നതാണ്. തീരെ കഴിഞ്ഞിട്ടില്ല എന്ന് അതിന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്നാൽ അവർക്ക് 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ ഏറ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്താണ് ഇങ്ങനെ ഇതുവരെ ഇല്ലാത്തത്. അവരിലേക്ക് ഷിഹാബ് വരാൻ തുടങ്ങി. ഷിഹാബ് എന്താ അർത്ഥം? തീപ്പന്തം.
അതിൻ്റെ ജംഅൻ ശുഹുബ്, അവരിലേക്ക് വരാൻ തുടങ്ങി. ഫറജഅത്തി ശയാത്തീനു ഇലാ ഖൗമിഹിം, അങ്ങനെ ശൈത്താന്മാർ അവരുടെ കൗമിൻ്റെ അടുത്തേക്ക് മടങ്ങി. ഫഖാലു, അവർ ചോദിച്ചു, മാലക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഫഖാലു ഹീല ബൈനനാ വബൈന ഖബരിസ് സമാ, നമുക്കിപ്പോൾ എന്ത് കിട്ടുന്നില്ല? ആകാശത്തെ വർത്താനൊന്നും കിട്ടുന്നില്ല. കാരണം അത് ഇവരും ആ വർത്താനം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് സുഖം? ഇവർ പോയി വലിയന് പറഞ്ഞു കൊടുക്കും. അവരുടെ വലിയ ആരാണ്? ജ്യോത്സ്യന്മാർ. ജ്യോത്സ്യൻ ഒരുത്തനാവണമെങ്കിൽ, സാഹിറാകണമെങ്കിൽ എന്താണ്? ഏറ്റവും ഹബീസായ, ഏറ്റവും വൃത്തികെട്ട എന്തെങ്കിലും പണിയൊക്കെ ഒരു രഹസ്യമായിട്ട് ചെയ്യും. പറയാൻ കൂടി കൊള്ളാത്ത വൃത്തികേടുകളുണ്ടല്ലോ, അത് ചെയ്താലേ ഒരുത്തൻ എന്താവുള്ളൂ? സാഹിറും കാഹിനൊക്കെ ആവുള്ളൂ. പറയാൻ കൂടി പറ്റാത്ത വൃത്തികേടുകൾ അതവർ രഹസ്യമായിട്ട് ചെയ്യുന്നവരാണ്. ആര്? സാഹിറും കാഹിനൊക്കെ. നമ്മുടെ നാട്ടിൽ ആരാണ്? ഇസ്മിൻ്റെ ഉസ്താദാണ്. ഉള്ള ഉസ്താദുമാരിൽ കൂടുതൽ ബഹുമാനമാണ് എനിക്ക് ഇസ്മിൻ്റെ ഉസ്താദ്. നഊദു ബില്ലാഹ്. ഈ ഉമ്മത്തിന് അവർ പറഞ്ഞു പഠിപ്പിച്ചതാണത്. എന്ത്? സിഹറിൽ നല്ലതുമുണ്ട് മോശവുമുണ്ട് എന്ന്. ഒന്നുമില്ല, സിഹർ മുഴുവൻ കുഫറാണ്. സിഹർ മുഴുവൻ, ഇവർ ചെയ്യുന്ന സിഹർ മുഴുവൻ കുഫർ തന്നെയാണ്. ശൈത്താന്റെ അബിദായാലല്ലാതെ അവന് സിഹർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആരാണ്? അവരുടെ രഹസ്യ ജീവിതം അങ്ങേയറ്റം മോശമായിരിക്കും. കടുത്ത കുഫറിന്റെ ആളുകൾ, മടിക്കുന്ന കുഫറിന്റെ ആളുകളായിരിക്കും ആര്? ഈ സഹറുകൾ. അപ്പോൾ അത് അവർ ശൈത്താനെ പൂജിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ട്. റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങൾ ചിലർ ആസ്വദിച്ചു എന്ന് പറഞ്ഞില്ലേ, ജിന്നും മനുഷ്യരും എന്ന് പറഞ്ഞാൽ അവർ ഇവരുടെ ഈ ഇബാദത്ത് കൊണ്ട് അവർ ആസ്വദിക്കും. ഈ ശൈത്താനാണ് അവൻ ഇബാദത്ത് ചെയ്തത്. ഇവരുടെ ഷർറായ പ്രവർത്തികൾ അതായിരിക്കും ഇഷ്ടമാണ്. ശൈത്താൻ ഇഷ്ടമാണ്. ചീനി നാറുന്ന ശവങ്ങൾ, അത് തിന്നുന്ന ചില ജന്തുക്കൾക്ക് അത് ഇഷ്ടമായിരിക്കും. ഈച്ച അതെവിടെ ഉണ്ടാകുക? അത് വൃത്തികേടുകൾക്ക് അലികളുണ്ടാവും. എന്നതുപോലെ വൃത്തികെട്ടത് അതായിരിക്കും ഇഷ്ടമാണ്, ശൈത്താൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിം ഒരിക്കലും അത് ഇഷ്ടപ്പെടാൻ പാടില്ല. കൽബിൽ അതിനോട് വെറുപ്പ് വേണം. എന്നാലേ നമ്മുടെ ഈമാൻ ശരിയായിട്ടുള്ളൂ, തഖ്വ നേരായിട്ടുള്ളൂ. അല്ലെങ്കിൽ നേരായിട്ടില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഭൗതിക കാരണങ്ങൾ കൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിന്നാൽ ഖൈറാണത്. പക്ഷേ നമ്മൾ അപകടത്തിൻ്റെ വക്കിൽ തന്നെയാണുള്ളത്. കാരണം ഈ സാഹചര്യം ഇല്ലാതായിപ്പോയാൽ നമ്മൾ ഷർറിലേക്ക് പോയേക്കാം. ഇപ്പോൾ വേറെ നാട് വിട്ടുപോയി, ആരുമില്ല, നമ്മൾ അറിയുന്ന ആരുമില്ല, കാണാൻ ആരുമില്ല, ആരും അറിയുകയില്ല എന്നവസ്ഥ വന്നു. സുബ്ഹാനല്ലാഹ്. ഖൽബ് തഖ്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ 3 തവണ? അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്. ഖൽബിലേക്ക് ചൂണ്ടി 3 തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അവിടെ അല്ല നമ്മൾ ഹറാമുകൾ ഖൽബ് കൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ നഊദു ബില്ലാഹി നമ്മളത് ചാടിയേക്കും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല നമ്മൾ തീരുമാനിക്കണം. അള്ളാഹുവിനോട് പരിപൂർണമായ ഹുബ്ബുള്ള ഒരാൾക്കല്ലാതെ അങ്ങനെ തീരുമാനിക്കാൻ കഴിയും. റഹ്മാനായ റബ്ബിനോടുള്ള മഹബ്ബ, അതാണ് അസ്ൽ, അതാണ് അടിസ്ഥാനം. റഹ്മാനായ റബ്ബിനോടുള്ള മഹബ്ബ, അവനോടുള്ള മഹബ്ബ, അത് പൂർത്തിയായാൽ ഒരുവൻ അവൻ്റെ മഹബൂബായ റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ലാതെ അവൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ശൈത്താൻ അതിഷ്ടപ്പെടും, വൃത്തികേടുകൾ. അതുകൊണ്ടാണ് ശൈത്താൻ ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. ധാരാളമായി അത് എത്തിച്ചു കൊടുത്തിരുന്നു. എന്നാൽ തടസ്സപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഇതാ തടസ്സപ്പെട്ടിരിക്കുന്നു. തീപ്പന്തങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുന്നു. കാലു, അപ്പോ ഈ ഖൗം അവരോട് പറഞ്ഞു. വേറെ ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇവരിത് പോയി പറഞ്ഞത് ആരോടാണ്? അവരുടെ നേതാവിനോടാണ്. ആരാ നേതാവ്? ഇബ്ലീസ് പറഞ്ഞത്രേ. ഇബ്ലീസ് പറഞ്ഞു, മാ ഹാല ബൈനക്കും വബൈന ഖബരിസ് സമാ ഇല്ലാ ശൈഉൻ ഹദസ്. എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുള്ളത്? ആകാശത്ത് ഇങ്ങനെ തടസ്സം വന്നിട്ടുള്ളത്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇബ്ലീസാണ് പറഞ്ഞത് എന്ന് വേറെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഫദ്രിബു, അതുകൊണ്ട് നിങ്ങൾ ചെല്ലൂ, മശാരിഖൽ അർദി വമഗാരിബിഹാ, മശാരിഖൽ അർദി വമഗാരിബഹാ വൻദുറൂ മാ ഹാദല്ലദീ ഹാല ബൈനക്കും വബൈന ഖബരിസ് സമാ. ഭൂമിയിലെ മശാരിഖും മഗാരിബും, കിഴക്കും പടിഞ്ഞാറും ചക്രവാളങ്ങൾ നിങ്ങൾ സഞ്ചരിക്കൂ, എന്നിട്ട് നോക്കൂ എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട്, എന്താണ് ആകാശത്തിനും നിങ്ങൾക്കും ഇടയിൽ തടസ്സമുണ്ടായത്, ആകാശത്തെ വിവരത്തിനും നിങ്ങൾക്കും ഇടയിൽ തടസ്സമുണ്ടായതെന്ന് നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞു. അതിന് നമുക്ക് മനസ്സിലാക്കാം, ഭൂമി വ്യാപകമായി തെരച്ചിൽ നടത്തണമെങ്കിൽ അവരെന്തായിരിക്കണം? അത്രമാത്രം അവർക്ക് സഞ്ചരിക്കാൻ കഴിയണം.
നമുക്കിപ്പോൾ ഒരാളെ തലശ്ശേരിയിൽ തരാമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം. അങ്ങനെയല്ല, അവർ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞു മശാരിഖൽ അർദി വ മഗാരിബഹ, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും നിങ്ങൾ പോയി നോക്കൂ. അങ്ങനെ എന്നിട്ട് നിങ്ങൾ നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫൻസറഫ ഉലൈക അന്നഫർ ഫൻതലഖൂ യദ്രിബൂന മശാരിഖൽ അർദി വ മഗാരിബഹ, അവർ ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു. യബ്തഗൂന മാ ഹാദല്ലദീ ഹാല ബൈനഹും വബൈന ഖബരി സമാ, എന്താണ് സംഭവിച്ചതെന്നറിയാൻ, ആകാശത്ത് വിവരം എന്തുകൊണ്ട് അവർക്ക് കിട്ടാതായി പോയത് എന്നറിയാൻ. فانصرف أولئك النفر الذي توجهوا نحو تهامة, തിഹാമയിലേക്ക് പോയ ആളുകൾ. തിഹാമ ഏതാ? ഈ മക്ക ആ പ്രദേശമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തിനാണ് എന്ത് പറയാ? തിഹാമ. തിഹാമയും നജിദും. തിഹാമ വേറെ നജിദ് വേറെ. നജിദ് വേറെ പ്രദേശം, തിഹാമ വേറെ പ്രദേശം. തിഹാമയിലേക്ക് ഒരാൾ പോയി എന്നതിന് അറബിയിൽ ഒരൊറ്റ വാക്കുണ്ട്, അത്ഹമ. എന്താണ് അത്ഹമ എന്ന് പറയുന്ന അർത്ഥം? തിഹാമയിലേക്ക് പോയി. നജിദിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അഞ്ചത. അഞ്ചത പറഞ്ഞാൽ നജിദിലേക്ക് പോയി. അത്ഹമ എന്ന് പറഞ്ഞാൽ തിഹാമയിലേക്ക് പോയി. അറബി ഭാഷയുടെ ചില പ്രത്യേകതകളിൽ ഒന്നാണ് അത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉണ്ടാകുന്നത്. അത്ഹമ തിഹാമയിലേക്ക്, അഞ്ചത നജിദിലേക്ക് പോയി. അപ്പൊ തിഹാമയിലേക്ക് അയക്കപ്പെട്ട ഓരോ ടീമിനും ഓരോ ഭാഗത്തേക്ക് അയച്ചു. നിങ്ങളവിടെ പോയി നോക്കുക, നിങ്ങളിവിടെ പോയി നോക്കുക. അങ്ങനെ തിഹാമയിലേക്ക് അയച്ച സംഘം അവരെവിടെ എത്തി? ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അവരെത്തിയത് എവിടെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബിനഖ്ലത്തിൻ ആമിദൻ ഇലാ സൂഖി ഉക്കാവ്. അവിടുന്ന് ഒരു ഈത്തപ്പനയുടെ അരികിൽ ഉക്കാവിലേക്ക് പോകുന്ന വഴിയിൽ വഹുവ യുസല്ലി ബിഅസ്ഹാബിഹി സലാത്തൽ ഫജ്ർ, സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുകയാണ്. അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരം നിസ്കരിക്കാൻ. ഫലമ്മ സമിഉൽ ഖുർആൻ ഇസ്തമഉ ലഹു, ഖുർആൻ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ശ്രദ്ധിച്ചിരുന്നു. ഫഖാലു ഹാദാ വല്ലാഹി അല്ലദീ ഹാല ബൈനകും വബൈന ഖബരി സമ. അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ഇതാ അള്ളാഹുവാണ്, ഇതാണ് നിങ്ങൾക്കും ആകാശത്തെ വർത്തമാനത്തിനും ഇടയിൽ തടസ്സപ്പെടുത്തിയ കാര്യം. ഇതാ അള്ളാഹുവിന്റെ കലാമിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ചില ആളുകൾ അത് കേട്ടാൽ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ സുബ്ഹാൻ അള്ളാഹ് പറയേണ്ടതില്ല. ഒരാൾക്ക് അറബി അറിയുമെങ്കിൽ സുബ്ഹാൻ അള്ളാഹ് അതിന്റെ അഖർ വളരെ വലുതാണ്. ഒരാൾക്കൊന്നും അറിയില്ല, ഒരാൾക്ക് അറബി തീരെ അറിയില്ല. എന്നാലും ശരി, മനോഹരമായി ഖുർആൻ ഖിറാഅത്ത് ചെയ്യുന്ന ഒരാളുടെ ഖുർആൻ കേട്ടാൽ അയാളിൽ എന്തെങ്കിലും ഒരു മാറ്റം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകാതിരിക്കില്ല. ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിന്റെ കലാം അങ്ങനെയാണ്. ഇത് റബ്ബിന്റെ കലാമാണ്, റബ്ബിന്റെ വാക്കാണ്, ഇത് പടപ്പുകളുടെ വാക്കല്ല. അങ്ങനെ അവർ പറഞ്ഞു ഇതാണ്. ഫഹുനാലിക ഹീന റജഉ ഇലാ ഖൗമിഹിം, അവർ പിന്നെ ഖൗമിലേക്ക് തിരിച്ചു ചെന്നത് ആരായിട്ടാണ്? ഇബ്ലീസിന്റെ വളരെ അടുത്ത ആളുകളായിരുന്നു ഇവർ എന്ന് വേറെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇബ്ലീസിന്റെ സൈന്യത്തിൽ അവനോട് വളരെ അടുത്ത ആളുകളായിരുന്നു അത്ര ഇവർ. പക്ഷെ ഖുർആൻ കേട്ടപ്പോൾ അവരെന്തായി? മുസ്ലിമീങ്ങളായി. വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ താക്കീതുകാരായി അവരുടെ ഖൗമിലേക്ക് തിരിച്ചുപോയി. ഫഖാലു യാ ഖൗമനാ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അജബായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലാ റുശ്ദി ഫആമന്നാ ബിഹി, റുഷ്ദിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഖുർആൻ. ഫആമന്നാ ബിഹി, അപ്പോൾ ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, റബ്ബിൽ ഞങ്ങൾ ഇനി ഒരാളെയും പങ്കു ചേർക്കുകയില്ല. വഅൻസലല്ലാഹു അലാ നബിയ്യിഹി ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അതാണ് ഈ സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. قل പറയൂ നബിയെ, ഊഹിയ ഇലയ്യ. എന്താണ് ഊഹിയ ഇലയ്യ? ഔഹ വഹി നൽകി, ഊഹിയ വഹി നൽകപ്പെട്ടു എന്നാണ്. ഊഹിയ യൂഹ, അങ്ങനെ മുദാരയാണ് യൂഹ. ഊഹിയ യൂഹ. ഖുൽ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹു ഇസ്തമഅ, അതായത് ഇസ്തമഅ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു. ഖുർആൻ സമിഅ എന്നല്ല പറഞ്ഞത്, പിന്നെ ഇസ്തമഅ. സമിഅ വേറെ, ഇസ്തമഅ വേറെ. സമിഅ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പുറത്ത് ഒരു വാഹനം വന്ന ശബ്ദം, കാറ്റടിക്കുന്ന ശബ്ദം, മഴ പെയ്യുന്ന ശബ്ദം, ഇതൊക്കെ കേൾക്കും. അതെന്താണ്?
സമിഅ, നമ്മളത് കേൾക്കുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഇരുന്നിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് ഇസ്തമഅ, ശ്രദ്ധിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു എന്നാണ് പറയാ? സമിഅ എന്നല്ല, ഇസ്തമഅ എന്നാണ് പറയാ. ഇസ്തമഅ, ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് കേൾക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ ഉദ്ദേശിക്കാതെ കേൾക്കുക എന്നല്ല. ഇപ്പോൾ പുറത്തുണ്ടാകുന്ന ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം നമ്മൾ ഉദ്ദേശിച്ച് കേൾക്കുന്നല്ല, അത് കേൾക്കാൻ വേണ്ടി കേൾക്കുന്നല്ല. നമ്മൾ ഉദ്ദേശിച്ച് കേൾക്കാൻ വേണ്ടി കേൾക്കുക അഥവാ ശ്രദ്ധിക്കുക, അതാണ് ഇസ്തമഅ എന്നാൽ. അതാണ് അല്ലാഹു പറയുന്നത്, ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, ഖുർആൻ കേട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. വൻസിതു, മിണ്ടാതിരിക്കുക, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ, ജിന്നിലെ ഒരു നഫർ, നഫർ എന്നാൽ ഒരു സംഘം. അറബികൾ ഇന്ന് അത് ഒരു ആൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മുമ്പ് ഹദീസുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. നഫർ, സലാസത്തു നഫർ എന്ന് പറഞ്ഞാൽ 3 ആള് എന്ന അർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു കൂട്ടം എന്ന അർത്ഥത്തിലും പറയും, അതുപോലെ ഒരാൾക്ക് എന്ന് പറയും. നഫർ, ഒരാളെ നഫർ എന്ന് അറബികൾ പറയാം. നഫറുൻ മിനൽ ജിൻ, ജിന്നുകൾപ്പെട്ട ഒരു നഫർ. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഖുർആൻ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ സമിഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ അജബ. എങ്ങനത്തെ ഖുർആൻ? അജബായ ഖുർആൻ, അത്ഭുതകരമായ ഖുർആൻ. ഇത് അവരുടെ ഖൗമിന്റെ അടുത്തേക്ക് പോയിട്ടാണ് അവർ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞു, അന്നൽ ജിന്ന ഇസ്തമഉ യഖൂലു തആല ആമിറ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറ ഖൗമഹു, അല്ലാഹു നബിയോട് പറഞ്ഞു ജനങ്ങളെ അറിയിക്കാൻ, ഖൗമിനെ അറിയിക്കാൻ, അന്നൽ ജിന്ന ഇസ്തമഉൽ ഖുർആന ഫആമനു ബിഹി, ഖുർആൻ ജിന്നുകൾ കേട്ടപ്പോൾ അവർ ഖുർആൻ കേട്ടു, അതുപോലെ അവർ അത് വിശ്വസിച്ചു, കേട്ടപ്പോൾ വസദ്ദഖൂഹു വൻഖാദു ലഹു, അവരത് സത്യപ്പെടുത്തി, അതിനവർ കീഴൊതുങ്ങി, ഖുർആനിൽ പറഞ്ഞത് അവർ നടപ്പിലാക്കി. ഫഖാല തആല, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഇത് പറയാൻ കൽപ്പിക്കാൻ, ഇതൊരു ബിശാറയാണ്, ഇതൊരു നല്ല വർത്താനാണ്. എന്ത്? ഇതാ ഖുർആൻ ആര് കേട്ടു? ജിന്നുകൾ കേട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു? അവർ ഖുർആനെ പുകഴ്ത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അജബായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് ആ ഖുർആനിന്റെ പ്രത്യേകത? യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി, യഹ്ദീ ഇലർ റുഷ്ദി, അത് റുഷ്ദിലേക്ക് നയിക്കുന്ന ഖുർആനാണ്. റുഷ്ദ് എന്നാൽ ഇബ്നു കസീർ പറഞ്ഞു ഇലസ്സദാദ് വന്നജാഹ്, ഇലസ്സദാദ് വന്നജാഹ്, നേരായ മാർഗം, വിജയത്തിന്റെ വഴി, അതാണ് റുഷ്ദ്. റുഷ്ദ്, റുഷ്ദ് എന്നാൽ നേരായ വഴി, വിജയത്തിന്റെ മാർഗം ആണ് റുഷ്ദ്. യഹ്ദി ഇല റുഷ്ദ്, അത് റുഷ്ദിലേക്ക് നയിക്കുന്നു. ഫആമന്നാ ബിഹി, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അതിൽ വിശ്വസിച്ചു. സന്മാർഗത്തിന്റെ ഒരു കിതാബ് കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യണം? വേഗം വിശ്വസിക്കണം. ഖുർആൻ കേട്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വേഗം അതിൽ വിശ്വസിക്കാണ് വേണ്ടത്. അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. കാരണം ചിലപ്പോൾ ആദ്യം പിന്നോട്ട് പോയാൽ പിന്നെ അതിന് തൗഫീഖ് കിട്ടാതെ വന്നേക്കാം. നമ്മളങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഖുർആനിലെ ഒരു വാക്ക്, ഒരു കൽപ്പന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക്, അത് വന്നു കിട്ടിയാൽ വേഗം വിശ്വസിക്കുകയും വേഗം നടപ്പിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചിലപ്പോൾ നമുക്ക് അതിന് തൗഫീഖ് നൽകാതെ വന്നേക്കാം. يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. يهدي إلى الرشد, ഈ ഖുർആൻ റുഷ്ദിലേക്ക് നയിക്കുന്നു. ഫആമന്നാ ബിഹി, അപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, ഞങ്ങൾ മുഅ്മിനുകളായി. വലൻ നുശ്രിക, ഞങ്ങൾ ഒരിക്കലും പങ്കുചേർക്കുകയില്ല, ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബിൽ, അഹദൻ, ഒരാളെ. നമുക്ക് ഖുർആനിന്റെ ഏറ്റവും വലിയ റുഷ്ദ്, ഖുർആൻ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ റുഷ്ദ് ഏതാണ്? തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ കൊണ്ട് ഒരാൾ ഒഴിവാകുന്ന ഏറ്റവും വലിയ തിന്മ ഏതാണ്? ശിർക്കാണ്. ജിന്നുകൾ ഖുർആൻ കേട്ടിട്ട് ആദ്യം പറഞ്ഞ എന്താണ്? ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഇത് അജബായ ഖുർആനാണ്. യഹ്ദി ഇല റുഷ്ദി, ഇത് റുഷ്ദിലേക്ക് കൊണ്ടുപോകുന്നു. ഫആമന്നാ ബിഹി, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുക? വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഇതാണ് ഖുർആൻ. ഖുർആൻ എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത്? അല്ല, അള്ളാഹു എല്ലാ കിതാബുകളും എന്തിനാണ് അവതരിപ്പിച്ചത്? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ. ബാക്കി എല്ലാം അതിൻ്റെ താഴെയാണ്, ബാക്കി മുഴുവൻ അതിൻ്റെ താഴെയാണ്. എത്രത്തോളം ചില ഉലമാക്കൾ പറയാറുണ്ട്, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആൻ
മുഴുവൻ തൗഹീദാണ്. അതെങ്ങനെയാണ്? ഒന്ന്, ഖുർആനിലുള്ളത് ഏറ്റവും കൂടുതൽ ഖുർആനിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാ, അവൻ്റെ സിഫാത്ത്. എത്ര ആയത്തുകൾ! അള്ളാഹുവിൻ്റെ കിതാബ് അവൻ ഒരു അഹ്കാമുകൾ പറയുമ്പോൾ, അവൻ ഒരു വിധി, ഒരു ഹുക്മ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിലക്ക് പറയുമ്പോൾ അവൻ അവൻ്റെ ആയത്ത് അവസാനിപ്പിക്കും. എങ്ങനെ? അവൻ്റെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട്, അല്ലാഹ അലീമുൻ ഹക്കീം, അല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു അതാ അവൻ്റെ അസ്മാ, അവൻ്റെ സിഫാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൻ മുൻകാലത്ത് ആളുകൾ നശിപ്പിച്ച കാര്യം പറയുമ്പോൾ അള്ളാഹു അവൻ്റെ പേര് പറയും, പേര് കൊണ്ട് അവസാനിപ്പിക്കും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ്റെ അസ്മാ സിഫാത്ത് അത് പഠിക്കാന്നുള്ളതാണ് അവനോട് മഹബത്ത് ഉണ്ടാകാനുള്ള മാർഗം. അപ്പോൾ ഒന്ന്, ഖുർആൻ അള്ളാഹുവിൻ്റെ അസ്മാഉം സിഫാത്തും, അതിലൂടെ അവൻ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ളവനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, തൗഹീദ്. രണ്ട്, വ്യക്തമായ കൽപ്പന, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ പോലെ നിങ്ങൾ അള്ളാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല, തൗഹീദ്. പിന്നെ ഖുർആനിലുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും. എങ്ങനെയാണ് വിവാഹം, എങ്ങനെയാണ് തലാഖ്, എങ്ങനെയാണ് കച്ചവടം, എന്താണ് പലിശയുടെ ഹുക്കം, ഇങ്ങനെ ഓരോന്ന്. ഇതെന്താണ്? ഇതെല്ലാം തൗഹീദിന്റെ മുക്കമ്മിലാറ്റാണ്, തൗഹീദ് പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ അതും തൗഹീദാണ്. നാല്, ഖുർആനിലുള്ളത് എന്താണ്? പഴയ ആളുകളുടെ ചരിത്രം, അള്ളാഹുവിൻ്റെ ഔലിയ, അവൻ്റെ ദീനിൽ ഉറച്ചു നിന്ന തൗഹീദിന്റെ ആളുകളെ അവരെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടുത്തിയത്. തൗഹീദിന്റെ ഫലമാണത്. നാല്, അതാണ് തൗഹീദ്, തൗഹീദിന്റെ ഫലമാണ്. അഞ്ചാമത്തേത് എന്താണ്? ഇതിൽ നിന്ന് എതിർപോയവർ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവർ, അവനല്ലാത്തവരെ ഇബാദത്ത് ചെയ്തവർ, തൗഹീദിൽ നിന്ന് പുറത്തു പോയവർക്ക് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു കൊടുത്ത ശിക്ഷ. 5 രൂപത്തിൽ നോക്കിയാലും ഖുർആനിൽ മുഴുവൻ എന്താണ്? തൗഹീദാണ്. ഖുർആനിൽ മുഴുവൻ തൗഹീദാണ്, അല്ലെങ്കിൽ അതിന്റെ മുക്കമ്മിലാത്താണ്. അപ്പൊ ഖുർആൻ സുബ്ഹാനല്ലാഹ് ഫിത്രത്തോടെ, ശുദ്ധ പ്രകൃതിയോടെ, കേടുവരാത്ത കൽബ് കൊണ്ട് ഒരാൾ ഖുർആൻ പ്രാഥമികമായ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഒരു പരിഭാഷയെങ്കിലും, പരിഭാഷ പൊതുവെ അതെന്താണ്, അതിന്റെ ഉപകാരം എന്താണ്, അത് മുസ്ലിങ്ങളല്ലാത്തവർ അവർക്കാണ് അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഉദ്ദേശം അവർക്ക് ഇസ്ലാം മനസ്സിലാക്കാനാണ്. നമ്മളെപ്പോഴും മരിക്കുന്നവരെ പരിഭാഷയുടെ ആളുകളാവരുത്. നമ്മൾ അറബി പഠിക്കുക, തഫ്സീർ പഠിക്കുക. അള്ളാഹുവിൻ്റെ കിതാബ് പരിഭാഷ ഇല്ലാത്ത മുസ്ഹഫിൽ നിന്ന് ഓതിയാൽ അതിൻ്റെ ഏകദേശ അർത്ഥം, പൂർണ്ണമായ തഫ്സീർ കിട്ടുക എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ഹർഫും അല്ലെങ്കിൽ ഓരോ കെലിമത്തിൻ്റെയും വ്യക്തമായ അർത്ഥം അറിയില്ലെങ്കിലും ശരി, അതിൻ്റെ ആശയം മനസ്സിലാകുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുക. അള്ളാഹുവിൻ്റെ കലാം എളുപ്പമാണ്, അള്ളാഹുവിൻ്റെ കലാം വളരെ എളുപ്പമാണ്. അതിലേക്ക് നമ്മൾ എത്തണം, അതിലേക്കെങ്കിലും നമ്മൾ എത്തണം. പരിഭാഷക്കാർക്ക് കൊടുക്കാം, അവർക്ക് കൊടുക്കാം, മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കാം, ഇസ്ലാമിനെ പറ്റി അവർ പഠിക്കാൻ മനസ്സിലാക്കാൻ. അപ്പൊ ഖുർആൻ അങ്ങനെ വായിച്ച ഒരാൾക്ക് മനസ്സിലാവും എന്ത് അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. എത്രയോ ആളുകളുണ്ട് അങ്ങനെ, എത്രയോ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ചില സാധാരണക്കാരായ ആളുകൾ എത്രത്തോളം തൗഹീദിന്റെ ഒരു വെളിച്ചമോ ഒരു പ്രസംഗമോ ഒരു സംസാരമോ എത്താത്ത നാടുകളിൽ പോലും ചില സാധാരണക്കാർ, പാവങ്ങളായ മുസ്ലിമീങ്ങൾ, അവര് എന്താണ് തൗഹീദ് മനസ്സിലാക്കിയത് ചില ആളുകൾ എന്നോട് പറയാറുണ്ട്. എൻ്റെ ഉപ്പ നാട്ടിൽ അറിയപ്പെട്ട സുന്നിയായിരുന്നു. ഒരു സഹോദരൻ നമ്മളോട് പറഞ്ഞതാണ്, എൻ്റെ ഉപ്പ നാട്ടിൽ അറിയപ്പെട്ട ഒരു സുന്നിയായിരുന്നു. പക്ഷെ എന്നെ ചെറുപ്പത്തിൽ ഉപ്പ പഠിപ്പിച്ചെന്താണ്? അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അദ്ദേഹം ഒരു ഉസ്താദ്, അയാൾക്ക് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ മരണപ്പെട്ടപ്പോൾ അയാളെ ഖബർ ചില ആളുകൾ കെട്ടിയുയർത്തി. അപ്പൊ അദ്ദേഹത്തിന് ഖബർ കെട്ടിയുയർത്തുന്നതിന്റെ ഹുക്കുമൊന്നും അറിയില്ല. പക്ഷെ ആ ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം അവിടെ ചെല്ലാറുണ്ടായിരുന്നു അത്രേ, മഖ്ബറെ. അപ്പൊ ഒരിക്കൽ അദ്ദേഹം ചെല്ലുമ്പോൾ കാണുന്നത് അടുത്തുണ്ടായിരുന്ന അവിടെ ആ ദർഗയിലുണ്ടായിരുന്ന ഒരാൾ, അയാൾ ഒരു കുട്ടിയെ ഇങ്ങനെ കാണിച്ചിട്ട് ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ അത്ര, ഇത് നബീസാന്റെ കുഞ്ഞാണ്, ഒരു സുഖയില്ല, നിങ്ങൾ മാറ്റി കൊടുക്കണം എന്ന് ഈ മരിച്ചുപോയ ആളോട് പറയാനത്ര. അപ്പൊ ഈ പ്രായമുള്ള ഇദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുന്ന് ഇറങ്ങി, ആ സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങി. അത് ശരിയല്ല. അള്ളാഹിനോട് പറയേണ്ട കാര്യം എങ്ങനെയാണ് ഈ മരിച്ചാലോട് പറയാം? ഇതെന്താണ്? ഫിത്രതാണ്, ശുദ്ധ പ്രകൃതിയാണ്. എന്നതുപോലെ ഖുർആൻ, അത് സുബ്ഹാനല്ലാഹ്, അതിലെന്തെങ്കിലും ഒരു സൂറത്തെങ്കിലും, ഒരു സൂറത്തിന്റെ ആശയമെങ്കിലും മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യാൻ സാധിക്കും?
ഖുർആൻ മുഴുവൻ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന് എന്ത് കൊടുത്താലാണോ ഇബാദത്താകുന്നത് അത് അള്ളാഹു അല്ലാത്തവർക്ക് നീ കൊടുക്കരുത്. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുള്ള എന്തിനാണ്? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനാണ്. ഇതാ ഈ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്താണ് ആകാശഭൂമികളിൽ എന്തു പങ്കാണുള്ളത്? ആകാശഭൂമികളെ അള്ളാഹു പടച്ചതിൽ എന്തു പങ്കാണ് അവർക്കുള്ളത്? പറഞ്ഞു വന്നത് ഖുർആനിന്റെ ആദ്യത്തെ റുഷ്ദ് അതെന്താണ്? തൗഹീദാണ്. അത് ഈ ജിന്നുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലാ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ വല്ലാഹു തആല അഅലം وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.